ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിനീസ് വേൾഡ്. നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് എഗ് ന്യൂഡിൽസ് ആണ്. അതിനായിട്ട് 6 പാക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. മാഗി ന്യൂഡിൽസാണ് നമ്മൾ എടുത്തേക്കണത്. ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കണ്ട കേട്ടോ, അത് ഞാൻ അവസാനം പറഞ്ഞുതരാം. ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. ഇപ്പോൾ നമ്മളിവിടെ കുക്കറാണ് വെച്ചേക്കണത്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചൂടായി വരുമ്പോൾ സവാള ചേർത്ത് കൊടുക്കാം. 2.5 സവാളയാണ് എടുത്തേക്കണത്. സ്ലൈസ് ചെയ്തതാണ്, നീളത്തിൽ അരിഞ്ഞെടുത്തേക്കണതാണ്. അതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്, മാഗിയുടെ ചിക്കൻ ക്യൂബ്സ്. ഇത് 2 ക്യൂബ് നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ സവാള ഒരുവിധം ആയി വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് 10 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും പച്ചമുളക് 6 അതും ചെറുതാക്കി അരിഞ്ഞതാണ്. പിന്നെ നമ്മുടെ ടേസ്റ്റ് മേക്കറായ മാഗിയുടെ ചിക്കൻ ക്യൂബ്സ് 2 ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു മാഗിക്ക് 1 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ 6 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയത്. അതുകൊണ്ട് കുറച്ച് കൂടുതൽ മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. മുട്ട പുഴുങ്ങി എടുത്തേക്കുവാണ്. ഇപ്പോൾ ഞാനൊരു 10-14 എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒരു 6 മാഗിയല്ലേ ഉള്ളത്, അപ്പോൾ 6 മുട്ട എടുത്താൽ മതി കേട്ടോ. അല്ല, നിങ്ങൾക്ക് ഇനി കൂടുതൽ ഇഷ്ടമുണ്ടെന്ന് ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. ഇത് എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് മാഗി ഇട്ട് കൊടുക്കുവാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. മാഗി ഇട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം കേട്ടോ, അല്ലെങ്കിൽ ഈ വെള്ളം പെട്ടെന്ന് വറ്റിത്തീരും. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നമ്മൾ മസാല പാക്കറ്റ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. 5 എടുത്തേക്കണത്. അത് മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഇട്ട് കൊടുത്തത് കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഈ മസാലയ്ക്ക് നല്ല ഉപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കാത്തത്. നിങ്ങൾക്ക് ഇത്തിരി കുറവ് തോന്നുന്നു വല്ലതുമാണെങ്കിൽ ഇത്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളറ് ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഈസ്റ്റേണിൻ്റെ പെപ്പർ പൊടി, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ വെള്ളം വറ്റിയതിന് ശേഷം, ഏകദേശം വറ്റിയതിന് ശേഷം മാത്രം മുട്ട ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. മുട്ട വെന്തതാണല്ലോ, പിന്നെ അതിനെ വീണ്ടും കുക്ക് ചെയ്യാൻ പാടില്ല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ എഗ് ന്യൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഫ്ലേവറും കൂടി ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. ഇത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.